ഒരു രക്തപതാക അതിങ്ങനെ പാറുന്നത് നമ്മൾ കാണുകയാണ്. തിരുവനന്തപുരം മുതൽ ആ രക്തപതാകയുടെ കീഴിലാണ് ശാന്തമായ മനുഷ്യൻ ഇങ്ങനെ നീളുന്നത്. ശരത്ത് VSന്റെ ജീവിതത്തിലുടനീളം ആ രക്തപതാക അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ആത്മവിശ്വാസവും മുന്നോട്ടുള്ള വീഥികളിലെ പ്രയാണത്തിന് നൽകിയിട്ടുള്ള കരുത്തും നമുക്കറിയാം. അന്ത്യയാത്രയിലും അതേ ചെങ്കൊടിയുടെ തണലിൽ തന്നെയാണ് VS ശാന്തനായി ഇങ്ങനെ ആ ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ ഒഴുകുന്നത്. കേൾക്കാം ശരത്ത്, പറഞ്ഞോളൂ. ഓക്കെ. നമ്മളിപ്പോ വിലാപയാത്ര ഇരിക്കുന്നത് ചിന്നക്കടയിലാണ്. ആവേശകരമായ ഒരു വലിയ തോതിലുള്ള ഒരു വലിയ പങ്കാളിത്തത്തോടു കൂടി ആളുകൾ എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. ഒന്നും പറയാനില്ല. അത്രമേൽ വലിയ പങ്കാളിത്തമാണ് ആളുകളിൽ നിന്ന് ഉള്ളത്. ഇവിടെ പ്രത്യേക പന്തലൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ആ പന്തലിലൂടെ ഈ ബസ് കയറി അവിടെ ആളുകളെല്ലാം അതിന് ചുറ്റുവട്ടത്തായി ഇരുവശങ്ങളായി നിൽക്കുന്നു. അപ്പോൾ ഇതുവരെ എല്ലാ സ്ഥലങ്ങളിലും പാതയോരങ്ങളിൽ ആ മനുഷ്യരെ കാത്തുനിന്ന് കണ്ട് ആണ് പോയതെങ്കിൽ ചിന്നക്കടയിലെത്തുമ്പോൾ ചിന്നക്കടയിൽ തന്നെ റോഡരികിലായി ഒരു വലിയ പന്തല് തയ്യാറാക്കിയിട്ടുണ്ട്. ആ പന്തലിൽ ഇരുവശങ്ങളിലുമായ ആളുകളെല്ലാം ഇങ്ങനെ തയ്യാറായിരിക്കും. ഈ വാഹനം അവിടേക്ക് കയറും എന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ പിന്നെ ഉടൻ തന്നെ തരികയും ചെയ്യാം. അതായത് ചിഹ്നങ്ങളിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വിവരങ്ങൾ കൂടുതൽ തരാം. ശരി ശരത്ത്, നമ്മൾ ആ ദൃശ്യങ്ങൾ എന്തായാലും കാണുന്നുണ്ട്. ചിന്നക്കടയിലേക്ക് എത്തുകയാണ് VSനെ വഹിച്ചുകൊണ്ടുള്ള ആ വിലാപയാത്ര. ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങാതെ കാത്തിരുന്ന മനുഷ്യരാണ്. ഒരുപക്ഷെ ഇന്നലെ രാത്രി എന്നുള്ളതല്ല, VSന്റെ പോരാട്ട ചരിത്രങ്ങളെ ഒരുപാട് രാത്രികളിൽ ഉറങ്ങാതെ കണ്ട, അത് അനുഭവിച്ച ഒരു തലമുറ അതിനോടൊപ്പം ഇപ്പോഴും ഉണ്ട്. അവരാണ് ആ വിപ്ലവ ബോധ്യങ്ങളുടെ, ആ വിപ്ലവ മൂല്യങ്ങളുടെ ചൂട് ഒട്ടും ചോരാത്ത ഭാഷയിൽ ഇന്നലെ തിരുവനന്തപുരത്ത് നിന്നും ഈ വിലാപയാത്ര ആരംഭിച്ചപ്പോൾ മുതൽ നമ്മളുമായി ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഓർമ്മകൾ നമ്മളെ ഈ തരത്തിൽ പൊള്ളിക്കുന്നുവെങ്കിൽ അത് അനുഭവിച്ച, അതിനെ താണ്ടി വന്ന ആ മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യം, വിപ്ലവ കരുത്ത് എത്രമാത്രമാകണം എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വളരെ ചെറിയ പ്രായത്തിൽ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട ബാല്യം, ആ ബാല്യത്തിനോട് പടപൊരുതി, ആ ബാല്യത്തിനോട് മത്സരിച്ച് തുടങ്ങിയ VS അച്യുതാനന്ദൻ എന്ന നേതാവാണ്. അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിലെ അവസാന നിമിഷം വരെയും അതേ മത്സരം, ആ നിലയിൽ തന്നെ VS തുടരുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയ വ്യത്യാസങ്ങളൊക്കെയും മാറ്റിവെച്ച് ആശയപരമായ വിയോജിപ്പുകൾക്കൊക്കെയും അപ്പുറം VS എന്ന നേതാവിനോട്, VS അച്യുതാനന്ദൻ എന്ന മനുഷ്യനോട് ഏത് നിലയിൽ കേരളം ഐക്യപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും മഹത്തായ ഉദാഹരണമായി നിമിഷങ്ങളായി ഇത് മാറുകയാണ്. ചിന്നക്കടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഈ പുലർച്ചെ, ഈ വെളുപ്പാൻ കാലത്ത് VSനെ കാണാനായി ചിന്നക്കടയിൽ തടിച്ചുകൂടിയിരിക്കുന്ന മനുഷ്യരാണ്. ഇവരെ വകഞ്ഞു മാറ്റി വേണം ഇനി ആ വിലാപയാത്രാ വാഹനത്തിന് മുന്നിലേക്ക് പോകാൻ. ജീവിച്ചിരുന്ന കാലം അത്രയും VS ഈ നിലയിൽ തന്നെയായിരുന്നു. 75 വയസ്സിന് ശേഷം, 70 വയസ്സിന് ശേഷം VS സ്വന്തമായി തന്നിൽ വരുത്തിയ ഒരു മാറ്റമുണ്ട്. ജീവിതത്തിൻ്റെ വഴികളിൽ അദ്ദേഹം തിരഞ്ഞെടുത്ത ഒരു പുതുവഴിയുണ്ട്. ആ വഴിയാണ് ഇന്ന് ഈ ജനങ്ങളെയൊക്കെയും VS എന്ന നേതാവിന് ചുറ്റും ഇങ്ങനെ കൂട്ടി നിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. ജയമസിക്കുട്ടിയമ്മ, ചിന്താ ജെറോം, ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ള ആളുകളെ നമുക്ക് കാണാം. അവരൊക്കെയും അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്. അവരിൽ ചില ആളുകൾ ഇതാ വാഹനത്തിനുള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട്. ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ള ആളുകൾ ആ വിലാപയാത്രയുമായി വരുന്ന ആ ബസ്സിനുള്ളിലേക്ക് കയറി അല്പസമയം അന്തിമോപചാരം അർപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ശരത്തിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ശരത്ത്, അവിടെ അല്പസമയം ചെലവഴിക്കേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട്. അത്ര വലിയ ആളുകളുണ്ട് അല്ലേ? അതെ, അസിത ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇതുവരെ കണ്ട, ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ പാതയോരങ്ങളിൽ കാത്തുനിന്ന മനുഷ്യരാണ് ഇതുവരെ VSന് അന്ത്യാഭിവാദ്യം നേർന്നത് എങ്കിൽ ചിന്നക്കടയിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമുള്ളത്, ഒരു പന്തൽ ഈ പാതയോരത്ത് തന്നെ ചിന്നക്കടയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനുള്ളിലൂടെ ഈ വാഹനം പ്രത്യേകം സജ്ജമാക്കി ഈ വാഹനം കടന്നിപ്പുറത്ത് വരുന്ന രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ശ്രീ വരദരാജൻ, CPI സംസ്ഥാന സമിതി അംഗം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വരദരാജൻ, എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? നമ്മളൊരു പന്തൽ ഇട്ടിട്ടുണ്ട്. 2 സൈഡിലുമായിട്ട് പന്തലുണ്ട്.
വാഹനം അതിനകത്തൂടെ കടന്ന് ആളുകൾക്ക് രണ്ട് സൈഡിലും നിന്നുകൊണ്ട് റീത്ത് സമർപ്പിക്കാനും VS-നെ ആയിട്ട് കാണാനും എല്ലാമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ അത് കാണാം. അവിടെ ആ വാഹനം ഈ ഇതിലൂടെ അത് പകർത്തിയെടുക്കാൻ കഴിയാത്ത വണ്ണം അകത്ത് ഈ പന്തലിൻ്റെതായ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഈ നിൽക്കുന്നതിന് തൊട്ടപ്പുറത്തായിട്ടാണ് ഈ പന്തൽ ഉള്ളത്. ആ പന്തലിനകത്ത് പന്തലിനകത്ത് ഇപ്പോൾ ബസ് ഇതാ വന്നിരിക്കുകയാണ്. പ്രത്യേകം സജ്ജമാക്കിയ വാഹനം അതിനകത്തേക്ക് വന്നിട്ടുണ്ട്. അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അവിടേക്ക് അസിത അതിൽ ആ പന്തലിനകത്താണ് ഈ ബസ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. പന്തലിനകത്ത് ബസ്സുണ്ട്. അകത്ത് ബസ് നിർത്തിയിട്ടിരിക്കുന്നു. അതിലേക്ക് അതിൻ്റെ രണ്ട് വശങ്ങളിലായി നിന്ന് ആളുകളൊക്കെ ഇപ്പോൾ VS-നെ അവസാനമായി ഒരു നോക്ക് കാണുന്നു, അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നു. ആവേശകരമായ ഒരു കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത അത്യപൂർവമായിട്ടുള്ള ഒരു വിപുലമായ യാത്രയപ്പാണ് കേരളത്തിൻ്റെ ഈ നേതാവിന് നൽകുന്നത്. വലിയ നമ്മൾ കാണുന്നത് അതാണ്. വലിയ തിരക്കുണ്ട്. വലിയ തിരക്കിനെ തുടർന്നാണ് ഇത്തരം അനൗൺസ്മെൻറ്റുകളൊക്കെ വേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം ഇതിലൂടെ കടന്ന് മുന്നോട്ട് വരികയും ചെയ്യും. ഇവിടെ കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ ഒരുപക്ഷെ കാണാൻ കഴിഞ്ഞേക്കാം. അസിത നോക്കുന്നുണ്ട്, ആ ക്യാമറ ഫ്രെയിമിലേക്ക് അത് വരുന്നുണ്ട്. നോക്കാം, ഇവിടെയാണ് ഈ കാണുന്നത് ഇതിലേക്കാണ് വരുന്നത്. ഇതിലൂടെയാണ്. അവിടെ ബസ് അവിടെ കിടപ്പുണ്ട്. അതിലാണ് പ്രത്യേകം തയ്യാറാക്കിയ വാഹനം അവിടെ ഉണ്ട്. നോക്കാം നമ്മൾക്ക്. അതെ ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. സ്ഥലത്ത് പ്രേക്ഷകർ അല്ലെങ്കിൽ ഇത് കാണുന്ന ആളുകളൊക്കെയും ഓർക്കേണ്ടത് ഇതൊരു പൊതുദർശന വേദിയല്ല, ഇതൊരു വിലാപയാത്രയുടെ മാത്രം ദൃശ്യങ്ങളാണ്. സാധാരണ നിലയിൽ നമ്മൾ ഈ പൊതുദർശനത്തിൻ്റെയൊക്കെ സമയത്താണ് ഇത്രയധികം ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടി കാത്തുനിന്ന് അന്തിമോപചാരം അർപ്പിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു വിലാപയാത്ര കടന്നു പോകുന്ന വഴിയിലാണ് ഈ നിലയിൽ ആൾക്കൂട്ടം ഇങ്ങനെ വന്ന് കാത്തുനിന്ന് പ്രിയപ്പെട്ട നേതാവിന് അന്തിമോപചാരം അർപ്പിക്കുന്നത് എന്നുള്ളത് അതിശയിപ്പിക്കുന്ന കാഴ്ചകളും അതിശയിപ്പിക്കുന്ന അനുഭവവും ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത അനുഭവവും ഒരുപക്ഷെ ഇനി അത് ഉണ്ടാകുമോ എന്ന് അറിയാത്ത നിലയിലുള്ള അനുഭവവും കൂടിയാണ്. ആ നിലയിലാണ് VS അച്യുതാനന്ദൻ. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ എന്ന് എല്ലാവരും വിശേഷിപ്പിച്ചിട്ടുള്ള ആ നേതാവ് എന്തുകൊണ്ടാണ് VS-നെ അങ്ങനെ ക്രൗഡ് പുള്ളർ എന്ന് വിശേഷിപ്പിച്ചത് എന്നുള്ളത് അവസാന യാത്രയിലും നമുക്ക് അദ്ദേഹം ബോധ്യപ്പെടുത്തി തരികയാണ്.